അങ്കമാലി ഡയറീസിൽ നമ്മൾ പല പല മാർട്ടിന്മാരും കണ്ടിട്ടുണ്ടാവും. അതെ അതെ. പുന്നാരി മാട്ടി, കോക്കി മാട്ടി, ഒറ്റപ്പലം മാട്ടി, ഡാർലിംഗ് മാട്ടി, ചിപ്പി മാട്ടി, സ്റ്റൈൽ മാട്ടി, ഡിസ്കോ മാട്ടി, അതേപോലത്തെ ഒരു മാർട്ടിന്റെ കഥയാണിത്. ഇയാൾക്ക് എന്താണ് വയ്യേ? പാകിസ്ഥാനിലെ ഏതൊരു ജയില് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങണത് തന്നെ. ജയിലിലെ സെക്യൂരിറ്റി ഫുള്ള് ടൈറ്റ് ആക്കി വെച്ചിരിക്കുക. എന്താ കാര്യം? അവരേതോ മതവിളകി ആനയെ കൊണ്ടുവരുന്നെന്നാ തോന്നുന്നത്. അവിടേക്ക് നമ്മുടെ മാർട്ടിയാട്ടം വരും. അതിനാണ് ഇവന്മാരൊക്കെ കുറെ ബിൽഡപ്പ് കൊടുക്കണത്. ഇത്രയ്ക്കൊക്കെ ബിൽഡപ്പിന് ശേഷം മാർട്ടിയാട്ടം ആരാൻ ചോദിച്ചിട്ട് മാർട്ടിയാട്ടം അവിടുത്തെ ജയിൽ പുള്ളികളെ വലിച്ചിട്ടടിക്കും. ഓർമ്മ പോയ മാർട്ടിയാട്ടനെ ഒരു തേങ്ങയുടെ ആവശ്യം വന്നു ഓർമ്മ കിട്ടാനായിട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാർട്ടിയാട്ടനെ പെണ്ണൊക്കെ ഉണ്ട്. ഈ മോന്തം വെച്ചിട്ടാ മാറ്റിട്ടാ. അവ ഒന്നായി കാണുന്നു, അവ ഒന്നായി ചലിക്കുന്നു. പിന്നെ മാർട്ടിയാട്ടന്റെ അപരനും തമ്മിലുള്ള താണ്ഡവം. മാർട്ടിയാട്ടൻ വില്ലന്മാരെ തീർക്കണത് കണ്ണിന്റെ ഉള്ളിൽ വെടി വെച്ചിട്ടാ. ഇത്ര കണ്ടപ്പോ എനിക്കൊരു സംശയം, ഈ കഥ എഴുതിയതിന് ഈ മാർട്ടിയാട്ടൻ തന്നെയാണോ? അല്ല, അതിന് മാത്രം മാർട്ടിയാട്ടൻ ഇതിൽ പൂണ്ട് വിളയാടിയിട്ടുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മാർട്ടിയാട്ടനല്ല, മാർട്ടിയാട്ടന്റെ മാമനാണ് ഈ കഥ എഴുതി കൊടുത്തതെന്ന്. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ട് മാർട്ടിയായിട്ട് ഒരു സീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫ്രെയിമിൽ എൻട്രി ആയാൽ ഫ്രെയിമിൽ വേറെ ആരെയും കാണില്ല. ശരിക്കും പറയാ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേ ഈ ചെവിയും തലയും നല്ല വേദന. പടത്തിന്റെ ക്ലൈമാക്സിൽ മാർട്ടിയാട്ടൻ വേറൊരു ലുക്കിൽ വരുന്നുണ്ട്. ഓ, അതൊന്നും പറയാണ്ടിരിക്കാൻ നല്ലത്. ഈ മുഖം കണ്ടിട്ട് എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല. ഈ പടത്തിൽ തന്നെ മെയിൻ പ്രശ്നം മാർട്ടിയാട്ടനൊന്നല്ല. മാർട്ടിയാട്ടന് ആവശ്യമില്ലാണ്ട് പ്രോത്സാഹനം കൊടുത്തിട്ട് കഥ മെനഞ്ഞ മാമനാണ് മെയിൻ പ്രശ്നം.